വയനാട് പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 549 കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി 26 കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കുന്നതെന്ന് ഹർജിയിൽ ആരോപണമുണ്ട്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, അവിടെ പുതിയ ടൗൺഷിപ്പിന് ഇന്ന് തറക്കല്ലിടുകയാണ്. അപ്പോഴാണ് അവിടെ ഭൂമിയുടെ നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടി എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പ്രധാനമായും എൽസ്റ്റൺ എസ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് വിപണി വിലയുടെ ഒരു 5% മാത്രമാണ് സർക്കാർ കണക്കിലാക്കിയിട്ടുള്ളത്. അതായത് ലഭിക്കേണ്ട തുകയുടെ വളരെ കുറച്ച് മാത്രമാണ്. 549 കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമിയാണ് 26 കോടി രൂപ മാത്രം നൽകിക്കൊണ്ട് ഏറ്റെടുക്കുന്നത് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ നേരത്തെ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേകമായി തന്നെ ഹർജി നൽകിയത്. ഭൂമി ഏറ്റെടുത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന കാര്യമായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇവിടെ മതിയായ മതിപ്പ് വില നൽകുന്നില്ല. മറ്റു സമീപ പ്രദേശങ്ങളിലുള്ള വില പോലും കണക്കാക്കാതെയാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത്. വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതാണ് ഇക്കാര്യമെന്നാണ് നഷ്ടപരിഹാര തുക 26 കോടി രൂപ കെട്ടിവെക്കാനും സമയപരിമിതി മൂലം ഇടപെടുകയാണ്. 549 കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി 26 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാന ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.